നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നതോടെ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി ഇരു മുന്നണികളും. LDFിന് വേണ്ടി മത്സരിച്ച് അവസാനം LDFിന് തന്നെ ഏറെ പ്രതിസന്ധിയിലാക്കിയ MLA സ്ഥാനം രാജിവെച്ച് പുറത്തുപോയ PV അൻവറിന്റെ മുന്നിൽ തളർന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കണമെങ്കിൽ നിലമ്പൂർ നിലനിർത്തുക എന്നത് ഇടതുപക്ഷത്തിന് അഭിമാന പോരാട്ടമാണെങ്കിലും UDFന് ഇതൊരു വെല്ലുവിളി കൂടിയാണ്. ഇടതുപക്ഷ ചേരിവിട്ട് പുറത്തു ചാടിയ PV അൻവർ രാജിവെച്ച നിലമ്പൂർ സീറ്റ് തിരിച്ചു പിടിക്കേണ്ടത് UDFിന്റെ അഭിമാന വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് അൻവർ UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൂടി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ അൻവറിന്റെ ചോയ്സും UDF രാഷ്ട്രീയത്തിൽ മുന്നമ്പം സൃഷ്ടിച്ച പ്രകമ്പനങ്ങളുമൊക്കെ പരിഗണിക്കേണ്ടി വരും. അങ്ങനെ ആയാൽ DCC അധ്യക്ഷൻ VS ജോയിക്കാണ് മുൻതൂക്കം. എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് സീറ്റിനായി രംഗത്തുണ്ട്. പക്ഷേ ഷൗക്കത്തിനെ മത്സരിപ്പിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ UDFന് വെല്ലുവിളിയാകും. ഷൗക്കത്ത് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയല്ലെന്ന് അൻവർ തന്നെ നേരത്തെ പരസ്യമായി പറഞ്ഞതാണ്. അത് കോൺഗ്രസിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് കണ്ടപ്പോൾ പിന്നീട് അൻവർ തന്നെ അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നിലമ്പൂരിൽ അൻവർ ഒരു നിർണായക ഘടകമാണെന്നത് അവഗണിക്കാനുമാകില്ല. 10,000 മുതൽ 20,000 വരെ വോട്ടുകളിൽ അൻവറിന് നിർണായക സ്വാധീനമുണ്ടെന്നത് ഒരു വസ്തുത തന്നെയാണ്. അൻവർ ജോയിയുടെ പേര് പറഞ്ഞത് ഷൗക്കത്തിനോടുള്ള എതിർപ്പിലുമായിരുന്നു. സംസ്ഥാനത്ത് മുസ്ലിം ക്രിസ്ത്യൻ അകൽച്ച കൂടി വരുന്ന സാഹചര്യം കൂടി UDFന് പരിഗണിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ മലബാർ രാഷ്ട്രീയത്തിൽ നിന്ന് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ചുരുക്കം നേതാക്കളിലൊരാളാണ് VS ജോയി. ജോയിക്ക് സീറ്റ് നിഷേധിക്കുക എന്നത് UDF രാഷ്ട്രീയത്തിന് തന്നെ വെല്ലുവിളിയാകും. പ്രത്യേകിച്ച് DCC അധ്യക്ഷനും നാട്ടുകാരൻ കൂടിയായ ജോയിയെ മാറ്റി നിർത്തി ആര്യാടനെ പരിഗണിക്കുമ്പോൾ അതിന് മറ്റു പല ഭാഷ്യങ്ങളും ഉണ്ടാകും എന്നത് മുസ്ലിം ലീഗ് പോലും ആഗ്രഹിക്കുന്ന ഒന്നല്ല. കഴിഞ്ഞ തവണ മത്സരിച്ച PV പ്രകാശിന്റെ കുടുംബം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളും ഷൗക്കത്തിന് നിലവിൽ തിരിച്ചടിയാണ്. അതേസമയം സീറ്റ് കിട്ടിയില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് പാർട്ടിക്ക് പുറത്തു പോകുമോ എന്ന ഭയം കോൺഗ്രസിനുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഡോക്ടർ P സരിൻ കോൺഗ്രസ് വിട്ട് LDF സ്ഥാനാർത്ഥിയായ മോഡൽ നിലമ്പൂരിൽ ഉണ്ടാകുമോ എന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട്. പക്ഷേ പാർട്ടി വിടുമെന്ന നേതാക്കളുടെ വെല്ലുവിളിക്ക് വഴങ്ങിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തും കോൺഗ്രസിനറിയാം. ഇനി അങ്ങനെ വന്നാൽ തന്നെ CPMന് ഒരു കാര്യം ബോധ്യമാണ്. അപ്പുറത്ത് കോൺഗ്രസിൽ നിന്ന് വന്ന് മത്സരിച്ചവരാരും വിജയം പോയിട്ട് ശക്തമായ ഒരു മത്സരം പോലും കാഴ്ചവെച്ചിട്ടില്ല എന്ന ചരിത്രം CPMന് അത് നന്നായി അറിയാം. അതിനാൽ സിറ്റിംഗ് സീറ്റിലെ നിർണായക പോരാട്ടത്തിൽ ഒരു പരീക്ഷണത്തിന് അവർ ഒരുക്കമല്ലെന്ന സൂചനയാണ് ചില നേതാക്കളുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. കോൺഗ്രസുകാർ തിരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി സ്വന്തം സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കുന്നത് കൂട്ടത്തിൽ നിന്നൊരാൾ കാലുവാരി അപ്പുറത്ത് മത്സരിക്കുമ്പോഴാണെന്ന തിരിച്ചറിവ് കോൺഗ്രസിനുമുണ്ട്. ഇതെല്ലാം നിലമ്പൂരിൽ നിർണായകമാകും എന്നുറപ്പാണ്.